ഇവിടെ ജനിക്കുമ്പോൾ അനുഭവിക്കുന്നത് കൂടെ കൂടി ചേർത്താൽ മൂന്നാമത്തെ മരണമാണ്. സ്തോത്രം. ഞാൻ അവിടേക്ക് ഇപ്പൊ പോകുന്നില്ല. മൂന്നാമത്തെ മരണം നരകത്തിൽ ഒറ്റപ്പെടലാണ്. നരകത്തെ ഒരു വെളിപ്പാടെന്നൊക്കെ പറഞ്ഞ് വേദോത്സവമായി ബന്ധമില്ലാത്ത യഥാർത്ഥ പുസ്തകങ്ങൾ അവർ എഴുതിപ്പോ പ്രചരിക്കുന്നുണ്ട്. വേദോത്സവം അങ്ങനത്തെ വരെ പഠിപ്പിക്കുന്നു. നരകം ഇതിന്റെ കൂടെ ഒക്കെ ഉണ്ടോ? അതായത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ന്യായമായ വിഷയം വേണമെങ്കിൽ ചോദിക്കാം. I stand before you to be questioned. സോദരങ്ങളെ, നിത്യമായ നരകം എന്ന് പറയുന്നത് നിത്യമായ ഒറ്റപ്പെടലാണ്, നിത്യമായ ഉപയോഗമാണ്. വേദനയോടെ, ഒരു പ്രത്യാശയില്ലാതെ, ഒരു പ്രതീക്ഷയില്ലാതെ നിത്യമായി ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യാത്മാവിന്റെ അവസ്ഥ ഭയങ്കരമാണ്. അയ്യോ കഷ്ടമെന്ന് എന്റെ കർത്താവ് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ അതിവിടുത്തെ രക്തസാക്ഷികളെ കുറിച്ചും ലോകത്തിലെ കഷ്ടതയെ കുറിച്ചും പട്ടിണിയെ കുറിച്ചും ഒന്നുമല്ല. അയ്യോ കഷ്ടം, നരകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അത് ഒഴിഞ്ഞിരിക്കുവാൻ, നിത്യമായ ജീവനിൽ കിടക്കുവാൻ സ്തോത്രം. അതെങ്ങനെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഉത്തരമായി പറയണം. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടേ ഉത്തരമായി പറയണം. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ഗൗരവമായിരിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയാൽ അവരുടെ ലൈസൻസ് എടുത്താൽ, അവരുടെ പ്രാക്ടീസ് എടുത്താൽ, യു ഗെറ്റ് എ ഡ്രൈവിംഗ് ലൈസൻസ്. Even though you don't get a driving license, you can have a taxi and you can become a marriage. കമ്പ്യൂട്ടർ പഠിച്ചാൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾ ജോലി ചെയ്യാം. അല്ലെങ്കിൽ കുക്കിംഗ് പഠിച്ചാൽ നല്ല വിജയകരമായ ഭക്ഷണം ഉണ്ടാക്കാം. അതൊന്നുമില്ലെങ്കിലും ജീവിക്കാം. എണ്ണ പഠിച്ചില്ലെങ്കിൽ ജീവിക്കാം. ഒരിക്കലും എണ്ണ അറിയാൻ മേലാത്ത ഒരാളെ ഞങ്ങൾ എടുത്തുണ്ടാകും. എൻ്റെ കുടുംബത്തിൽ കല്ലുവെട്ടുകാരാണ്. പക്ഷെ കല്ലുവെട്ടും എല്ലാവർക്കും കളിപ്പിക്കാൻ പറ്റില്ല. എത്ര കല്ലുണ്ട്, ഓരോ കല്ല് വിട്ടപ്പോഴും ഓരോ കൊച്ചു കല്ലെടുത്ത് തൊപ്പി പറയാൻ തോന്നും. എന്നിട്ട് വിശ്വസിക്കാവുന്ന ഒരാളെൻ്റെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എണ്ണ അനുസരിച്ചാണ് കണക്ക് പറഞ്ഞ് കാശ് കഴിക്കും. ഒരു കുഴപ്പമില്ല. എണ്ണ അറിഞ്ഞില്ലെങ്കിലും ആരും കളിപ്പിക്കുകയാണ്. കളിപ്പിക്കാൻ നോക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞത് സ്തോത്രം. ലോകത്തുള്ള മറ്റ് പല സ്കിൽസും നോളജും ഇതൊന്നും നമുക്കില്ലെങ്കിലും സ്തോത്രം എങ്ങനെയും നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷേ ദൈവവചനത്തെ കുറിച്ചുള്ള ബോധ്യവും നിത്യജീവന്റെ മാർഗത്തെ കുറിച്ചുള്ള അറിവുമില്ലാതെ പോയാൽ അയ്യോ ഏറ്റവും ഗൗരവമായി ക്ലാസ്സിലെടുക്കുകയും ഈ സ്തോത്രം ഈ പഠനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നതും കൂടി ഞാൻ ഓർപ്പിക്കുന്നത്. അങ്ങനെ കൂടുതൽ ദീർഘമായ സമയമായി പോകും. ഞാൻ അതിലേക്ക് ആദ്യം ദീർഘിപ്പിക്കുന്നില്ല. സ്തോത്രം. അടിസ്ഥാനമായ പ്രമാണങ്ങൾ, ദൈവസഭയ്ക്കുള്ള അടിസ്ഥാന ഉപദേശങ്ങൾ പ്രധാനമായിട്ടും 7 എണ്ണം എന്ന് നമുക്കറിയാം. സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ്ത് ദിവസം പറയുമ്പോൾ സഭയുടെ പിറന്നാൾ ദിവസം, സഭയുടെ പിറന്നാൾ ദിവസം പ്രഖ്യാപിച്ചു ഈ 7 അടിസ്ഥാന ഉപദേശങ്ങൾ. സ്തോത്രം. പൗലോസ് പ്രഖ്യാപിച്ച ചെയ്ത ആദ്യ പ്രസംഗത്തിൽ ഈ 7 അടിസ്ഥാന ഉപദേശങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എടുക്കാവുന്നത് പ്രവർത്തന പുസ്തകം 2-ാം അധ്യായം. പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 37 മുതലുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. വായിച്ചാട്ട് പ്രവർത്തന പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 37 മുതലുള്ള ഭാഗം വായിച്ചാട്ട്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാൽ അവൻ സാക്ഷ്യം പറഞ്ഞു അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. വളരെ നന്ദി. ഈ ആദ്യ പ്രസംഗത്തിൽ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു. അല്പം വിശദീകരണങ്ങൾ കൂടെ പറഞ്ഞു പോകാം.
സഹോദരങ്ങളെ, ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിഷ്കളങ്കരായി തന്നെ ചോദിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളത്, വേദപുസ്തകം എഴുതി തീർന്ന എന്നാണ് മറുപടി. വെളിപ്പാട് പുസ്തകം എഴുതി തീർന്നത് AD 100 ആണ്ടോടുകൂടെയാണ്. സഭ ഉണ്ടായതെന്ന്, സഭ തുറന്നു വിടുന്നതെന്ന AD 29. ഞാൻ ആ കാലഘട്ടത്തിൽ 2 തരം കലണ്ടർ ഉണ്ടായിരുന്നു. ഗ്രിഗോറിയൻ കലണ്ടർ, ജൂലിയൻ കലണ്ടർ. നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ഗ്രിഗോറിയൻ കലണ്ടർ. ആദ്യം ഉണ്ടായിരുന്ന ജൂലിയൻ കലണ്ടർ. ഒരു 4 വർഷത്തിന്റെ വ്യത്യാസം ഈ കലണ്ടറുകൾ നമ്മളിലുണ്ട്. അതുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് AD 29. അപ്പോൾ ആ വർഷം തന്നെ സഭ രൂപപ്പെട്ടു. അപ്പോൾ AD 29 സഭ രൂപപ്പെട്ടു. AD 100 ആണ്ടിൽ വേദപുസ്തകം എഴുതി വന്നു. അപ്പൊ ആദ്യം ഉണ്ടായ ഏതാ? സഭ അല്ലേ? കേൾക്കുന്നില്ല. അപ്പോൾ ന്യായമായിട്ട് അവർ ചോദിക്കുന്നത്, ആദ്യം ഉണ്ടായത് സഭയാണെങ്കിൽ വചനത്തിനാണോ പ്രാധാന്യം, സഭയ്ക്കാണോ പ്രാധാന്യം എന്ന് ചോദിക്കും. എന്നിട്ട് അവർ പറയും, നിങ്ങൾ ഈ വചനം എന്നൊന്നും പറഞ്ഞാൽ പറയാം, സഭ പറയുന്നതാണ് കേട്ടോ. എല്ലാവരും കൂടെ ഉണ്ടോ? സഭ എന്ന് പഠിപ്പിക്കുന്നോ അത് തന്നെ അനുസരിച്ചെന്ന് പോയിക്കൊണ്ടാ മതി എന്നാണ് ഇങ്ങനെ പറയും. സത്യമാണ് അവർ പറയുമ്പോൾ നമുക്ക് തോന്നും ശരിയാണെന്ന്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ച്, AD 100 ആണ്ടിലാണ് ദൈവവചനത്തിന്റെ രേഖ പൂർത്തീകരിക്കപ്പെട്ടതെങ്കിലും യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് തന്നെ ദൈവസഭയ്ക്കുള്ള മുഴുവൻ ഉപദേശങ്ങളും നൽകപ്പെട്ടിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് തന്നെ ദൈവസഭയ്ക്കുള്ള മുഴുവൻ ഉപദേശങ്ങളും നൽകപ്പെട്ടിരുന്നു. മാത്രമല്ല, കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു മുമ്പ് കർത്താവ് പറഞ്ഞത്, സ്തോത്രം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങൾക്കൽ വേഗം വീണ്ടും വരും, സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഒരിക്കലും പിന്നെയും പറഞ്ഞ നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും, സ്തോത്രം എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത്. അപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു, കൊള്ളാം, കർത്താവ് ഒരു വാസസ്ഥലം ഒരുക്കാൻ എത്ര നേരം വേണം? ഒരു വാക്ക് കൽപ്പിച്ചാൽ പോയി എത്രയും വേഗം കർത്താവ് വരും എന്നവർ വിശ്വസിക്കുകയും, സ്തോത്രം, ശ്രദ്ധിക്കണേ, എത്രയും വേഗം കർത്താവിനെ മടങ്ങി വരവോ പ്രതീക്ഷിക്കുകയും അവര് ലൗകികമായ മറ്റെല്ലാ കാര്യത്തിൽ നിന്നും അവരങ്ങ് വിട്ട് ഇവൻ ഉള്ള സ്വത്തുക്കൾ പോലും വിറ്റ് കൊണ്ടുവന്ന അപ്പസ്തോലന്മാരെ കാൽക്കൽ വെച്ചു. അതിനെക്കുറിച്ച് ഒരു ചരിത്രകാരൻ പറഞ്ഞ, ക്രിസ്തീയ ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത്, അവരുടെ സ്വാർത്ഥതയിൽ നിന്നാണ് അവരത് ചെയ്തത്. കാര്യം നമ്മള് കർത്താവ് നമ്മൾ വിട്ടേക്ക് സ്വത്തുക്കളൊന്നും മറ്റാൽ അനുഭവിക്കണ്ട, അതുകൂടെ നമ്മൾ വിറ്റ് നിന്നേക്കാം എന്ന് പറഞ്ഞ് ആ സ്വാർത്ഥതയിൽ നിന്ന് ദൈവത്തിന്റെ അരുളപ്പാടും ആലോചനയും കൂടാതെ സ്വാർത്ഥതയിൽ നിന്നുണ്ടായ ഒരു നീക്കമായിരുന്നു അത് എന്ന് ചരിത്രകാരൻ അവരെ ഞാൻ അവരെ കുറിച്ച് പറയുന്നില്ല, ശ്രദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ അവരുടെ ആ ആയുസ്സിൽ ഇപ്പോൾ കർത്താവ് വരും എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് ഉപദേശങ്ങൾ രേഖപ്പെടുത്തി വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് അവർ ചിന്തിച്ചില്ല. മനസ്സിലാവുന്നുണ്ടേ? ഉപദേശങ്ങൾ രേഖപ്പെടുത്തി വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് അവർ ചിന്തിച്ചില്ല. കർത്താവിന്റെ തിരുമുഖത്തു നിന്നും നേരിട്ട് ഉപദേശങ്ങൾ ഉൾക്കൊണ്ട അപ്പസ്തോലന്മാർ അവരെ ജീവിച്ചിരിക്കുന്നു, മറ്റ് ശിഷ്യന്മാരോട് ജീവിച്ചിരിക്കുന്നു. നോക്കണേ, അതുകൊണ്ട് ഉപദേശം രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് അവർ കരുതിയില്ല. വാമൊഴിയായി ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു, സ്തോത്രം. അതുകൊണ്ടാണ് രേഖപ്പെടുത്തുന്നത് വൈകിയത്. മനസ്സിലാക്കി വിശ്വസിക്കുന്നു. എന്നാൽ സർവജ്ഞാനിയായ പരിശുദ്ധാത്മാവിനറിയാം ദൈവം നൽകിയ വാഗ്ദത്തം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് അല്പം വൈകുന്നു എന്നുള്ളത് കർത്താവിന് അറിയാമായിരുന്നത് കൊണ്ട് നമ്മളെ ഓർത്ത് ഉപദേശങ്ങൾ രേഖപ്പെടുത്തി വെക്കുവാൻ നിയോഗം കൊടുക്കുകയും ആത്മനിറവാൽ പരിശുദ്ധാത്മനിഷിക്തരായ പുസ്തകന്മാർ, സ്തോത്രം, ദൈവവചനത്തിലെ രേഖ ഉളവാക്കുകയും ചെയ്തു. അത് ആ ഒന്നാം തലമുറയായ അപ്പോസ്തലന്മാർ മരിച്ച് മണ്ണടിഞ്ഞ് വിശ്രമത്തിന് പോകുന്നതിന് മുമ്പേ അത് രേഖപ്പെടുത്തി തീർന്നു.
മനസ്സിലായില്ല സഹോദരങ്ങളെ. പക്ഷെ ഉപദേശം ഉണ്ടായത് സ്തോത്രം വചനം രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോഴല്ല. ഉപദേശം സഭയ്ക്കുള്ള മുഴുവൻ ഉപദേശവും യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് തന്നെ നൽകപ്പെട്ടിരുന്നു. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ സ്തോത്രം. നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഈ 6 ദിവസം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ചിന്തിച്ചോളൂ. അല്ല അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെറുതെങ്കിലും നിങ്ങൾക്ക് പറയാം. യേശു ക്രിസ്തു പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു ഉപദേശം സഭയ്ക്കുണ്ടോ? യേശു ക്രിസ്തു പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഉപദേശം ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ പഠിപ്പിച്ചതാ, അത് സ്വീകാര്യമല്ല. കേൾക്കുന്നുണ്ടോ? യേശു ക്രിസ്തു പഠിപ്പിക്കാത്ത ഒരു ഉപദേശവും സഭയ്ക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അല്പം ഉദ്ധരിച്ച വാക്യം, 22 വാക്യം, ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചതൊക്കെ ഈ പ്രമാണിപ്പാട്ടങ്ങൾ ഉപദേശിച്ചുകൊണ്ട് സകലജാതിയിലെ ശിഷ്യരാക്കിക്കൊള്ളി. തൊട്ടടുത്ത വാക്യം എന്ന് പറഞ്ഞാൽ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ പഠിപ്പിച്ച ഉപദേശിച്ചോണം, ഞാൻ കൂടെ ഓർത്തോണം. ഒരു ചിന്തകൻ, ഒരു ഉപദേഷ്ടാവ് അതിന് പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ്, ആ സന്ദർഭത്തിൽ കർത്താവ് തന്റെ മാറാത്ത സാന്നിധ്യത്തെ കുറിച്ച് അവരെ ഓർമ്മിപ്പിച്ചത് ഒരു വാണിംഗായിട്ടാണ്. ഞാൻ പഠിപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ ഉപദേശിച്ചോണം, ഞാൻ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തോളൂ. That means, leave not anything that I taught you to teach others, add not anything to what I taught you to teach others. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതിനോട് കൂട്ടരുത്, കുറയ്ക്കരുത്. ഞാൻ പഠിപ്പിച്ചത് ഉപദേശിച്ചോണം, അത് പ്രമാണിച്ചോണം, ഞാൻ കൂടെ ഉണ്ടെന്ന് ഓർത്തോണം. യേശു ക്രിസ്തു പഠിപ്പിക്കാത്ത ഒരൊറ്റ ഉപദേശവും ദൈവസഭയ്ക്കില്ല. അതുകൊണ്ട് സ്തോത്രം ഉപദേശമാണ് ഏറ്റവും പ്രധാനം. സ്തോത്രം. അതുകൊണ്ട് സഭയ്ക്ക് ഉപദേശത്തിന്മേൽ അധികാരമില്ല, വിധേയത്വമേ ഉള്ളൂ. വിശ്വസിക്കുന്നു. ഉപദേശത്തെ ടാമ്പർ ചെയ്യാൻ God has not allowed the church. ഒരിക്കലും ഉപദേശത്തെ നമ്മുടെ ടാമ്പർ ചെയ്യരുത്. ഉപദേശം അതിന്റെ തനിമയിൽ അതിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, അത് നിലനിൽക്കും. അതിനെക്കുറിച്ച് ബോധ്യം നമ്മൾ പ്രാപിച്ചിരിക്കണം. സ്തോത്രം. പറഞ്ഞത് വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഒന്നാമത്തെ പ്രസംഗത്തിന് അടിസ്ഥാനം ഇട്ടു. ഒന്നാമത്തെ സ്തോത്രം അത് നമുക്കൊന്ന് പിടിച്ചു തുടങ്ങാം. സ്തോത്രം. നോക്കിനെ പത്രോസോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട. സ്തോത്രം. ഒന്നാമത്തെ എന്താണെന്ന് അറിയാമോ? മാനസാന്തരം. മാനസാന്തരം. മാനസാന്തരം അത് പറയുന്നത് നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ എന്റെ ഉപദേശി വേറെ വേറെ ഭാഗം പറ. മാനസാന്തരം ഞങ്ങളോട് പറയണോ? അല്ലേ? എന്നാലും ഒരു വിഷയം പറയുമ്പോൾ അതിനകത്ത് എല്ലാ ഭാഗവും പറയാൻ, പ്രത്യേകിച്ച് ആദ്യത്തെ ഭാഗം പറയാൻ കൂട്ടാക്കാതെ പോയാൽ കുറ്റകരമാവുന്നതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി ശ്രദ്ധിച്ച് ശരിക്കും മാനസാന്തരം എന്താണ്? എന്താ മാനസാന്തരം? എന്നിട്ട് നമുക്ക് മാനസാന്തരം വന്നോ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, മാനസാന്തരമായിട്ടുണ്ടോന്ന്. എന്താണ് മാനസാന്തരം? പൊതുവെ ഈ മാനസാന്തരം എന്നുള്ളതിന് നമ്മൾ ചിന്തിക്കുന്നത് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് തിരിയുന്നതാണ്, അല്ലേ? കള്ളും കുടിച്ച് ദുർമാർഗിയായി കള്ളക്കച്ചവടം ചെയ്ത് വിളയിലുമ്പരി നടത്തി അഴിയിൽ വിടിയുണ്ടാക്കി ദോഷിയാ നടക്കുന്നൊരുത്തൻ, അവനങ്ങനെ ദോഷിയാ നടക്കുന്നത്. അയ്യോ, ഇതിനൊന്ന് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും. അവൻ കുറെ കഴിഞ്ഞപ്പോൾ ഈ പരിപാടിയൊക്കെ നിർത്തി, രണ്ടാമതിനൊക്കെ നിർത്തി, പതുക്കെ കൂട്ടാക്കിക്കൊക്കെ പോയി തുടങ്ങി, അതുകൂടി നിർത്തി, കൊലപാതകം നിർത്തി, മറ്റു വഴികളെല്ലാം നിർത്തി. നമ്മൾ വിചാരിക്കും ആനന്ദമായി മാനസാന്തരപ്പെട്ടു. അപ്പൊ നമ്മൾ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്കുള്ള തിരിച്ചിൽ എന്നാണ് ചിന്തിക്കുന്നത്. വേദപുസ്തകം അർത്ഥമാക്കുന്നത് അത് തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. വേദപുസ്തകം എന്താ പറയുന്നത് അറിയാമോ? എല്ലായിടത്തും എല്ലാവരും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. നോക്കണേ, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെങ്കിൽ സ്തോത്രം മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ലാത്ത ചിലരെങ്കിലും ഇല്ല
ഇല്ലാതെ വരികയില്ലേ?